എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു ചെറിയ ഉദാഹരണമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെൻസിൽ. നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഈ പെൻസിലിന് നമ്മുടെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന്. അതായത് ഒരു പെൻസിൽ അതുകൊണ്ട് നമ്മളൊരു ബുക്കിൽ എഴുതുകയാണെങ്കിൽ തെറ്റിയാൽ അതിനെ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായാൽ നമുക്ക് മായ്ക്കാൻ പറ്റണം, അതിനെ തിരുത്തണം. രണ്ടാമത്തെ കാര്യം, ഒരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പെൻസിലിന് കഴിയും. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ ക്യാൻവാസാണ്. അതിലെ ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കണം, മനോഹരമാക്കണോ വരയ്ക്കണ്ടയോ എല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ പെൻസിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല ചിത്രങ്ങൾ വരച്ച് ആ ശൂന്യതയെ മാറ്റി നല്ല കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു പെൻസിൽ ആദ്യം എടുത്ത് നമ്മൾ എഴുതിയാൽ അതേ തെളിച്ചം തന്നെ ആയിരിക്കും ഏറ്റവും അവസാനം ഏറ്റവും ചെറിയ ഒരു ഭാഗത്തിൽ എഴുതി എഴുതി തേഞ്ഞ് പോയിട്ട് അവസാനം വരുന്ന ഭാഗത്തും അതേ ക്വാളിറ്റി ആയിരിക്കും പെൻസിലിന്. നമ്മളും അതുപോലെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ എത്ര ഉയർച്ച ഉണ്ടായാലും നമ്മൾ നമ്മുടെ നല്ല സ്വഭാവങ്ങളെ മോശമാക്കാതെയും അതിനെ നിലനിർത്തിക്കൊണ്ടും പോകണമെന്നുള്ളതാണ് ആ സൂചന തരുന്നത്. ഈ അടുത്തത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ മൂർച്ച കൂട്ടും അല്ലേ? നല്ല തെളിച്ചമുള്ള ജീവിതത്തിലേക്ക് പോകണം. അതിനുവേണ്ടി നമുക്ക് ലേണിംഗ് വേണം, പഠിക്കണം അല്ലെ? വളർച്ചയുണ്ടാകണം, ഡെവലപ്മെൻ്റ് ഉണ്ടാകണം. ലേണിംഗ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് പഠനം നടക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചത് മതിയെന്ന് പറയാതെ പുതിയ പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളണം. തെറ്റായവയാണെങ്കിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വികാസം ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഒരു ചെറിയ പെൻസിലിനെ വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ശ്രമം ആവശ്യമാണ്. ശ്രമിച്ചാൽ നമ്മൾ വിജയിക്കും. പക്ഷേ ആ ശ്രമം ക്ഷമയോടുകൂടി ആകുമ്പോഴത്തേന് എന്താ പറ്റുന്നത്? ഉന്നതിയിലെത്താൻ പറ്റും. ശ്രദ്ധയോടുകൂടി ആകുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട വിജയത്തിലെത്താൻ പറ്റും. അപ്പോൾ ഒരു പെൻസിലിനെ നോക്കി നിങ്ങൾ പഠിക്കുക. ജീവിതം വിജയിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.